ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് തുടക്കത്തിൽ കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം തരകൻ്റെ കയ്യിൽ പത്മ അകപ്പെടുമോ എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ചില സംശയങ്ങളൊക്കെ തരകന് തോന്നിയിരുന്നു എങ്കിലും ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോയി എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ അധികം സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു ഇന്നലെ പ്രൊമോ വന്നപ്പോൾ. കാരണം അഞ്ജലിയെ നമ്മുടെ അർജുനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാനായിട്ട് താല്പര്യമുണ്ട് എന്ന് നമ്മുടെ ശിവരാമൻ ചേട്ടൻ പറയുന്നത് നമ്മൾ പ്രൊമോയിൽ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സീനായിരുന്നു അത്. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് കാണാനായിട്ടൊക്കെ നമ്മൾ ഇരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കാണുമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് വന്ന പ്രൊമോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശിവരാമൻ ചേട്ടൻ നമ്മുടെ അർജുനോട് പറയുകയാണ്, ഇങ്ങനെ അഞ്ജലിയും രാജീവും തമ്മിലുള്ള കല്യാണ ഒരു പ്രൊപ്പോസലാണ് ഞങ്ങളങ്ങനെ ആലോചിക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന നമ്മുടെ അർജുനെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കും വളരെ അധികം സന്തോഷം തോന്നി എന്ന് പറയാം. പക്ഷേ ഇന്നത്തെ പ്രൊമോ വന്നപ്പോൾ ആ സന്തോഷത്തെ എല്ലാം തല്ലിക്കെടുത്തേണ്ടി നമുക്ക് വരും. കാരണം നമുക്കറിയാം, ഉറപ്പായിട്ടും കല്യാണ ആലോചനയുമായി മുമ്പോട്ട് പോകുമ്പോൾ അഞ്ജലിയുടെ വീട്ടിൽ നിന്നും അർജുൻ്റെ അച്ഛനെയും അമ്മയെയും വീട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയും. അപ്പോൾ എന്താണ് സംഭവിക്കുക? രാഘവനുണ്ണീനെ വിളിച്ചിട്ട് അഞ്ജലിയുടെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? കാരണം രാഘവനുണ്ണിയുടെ മകനാണ് അർജുൻ എന്നുള്ളൊരു വലിയൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം ഇതുവരെ അഞ്ജലിയെ നമ്മുടെ അർജുൻ അറിയിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മുടെ അമ്പാടി പറയാറുണ്ട്, അർജുൻ നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, രാഘവനുണ്ണിയുടെ ഇളയ മകനാണ് നീ എന്നുള്ള സത്യം നീ പറയണം അഞ്ജലിയോടെന്ന് ഒരുപാട് തവണ അമ്പാടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അഞ്ജലിയോട് അത് പറയാനുള്ള ഒരു ധൈര്യം ശരിക്കും പറഞ്ഞാൽ അർജുനില്ല കേട്ടോ. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അഞ്ജലി അത് എടുക്കുക? ഇനി ഒരിക്കലും മിണ്ടാതിരിക്കുമോ? തന്നോടുള്ള ഇഷ്ടവും സ്നേഹവും എല്ലാം പോകുമോ? അങ്ങനെ പല ആശങ്കകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അർജുൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് പുള്ളി പലപ്പോഴും അത് പറയാത്തത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ അർജുൻ പറയാണ്, ഇപ്പം ഞാൻ കല്യാണമൊന്നും ആലോചിക്കുന്നില്ല, അപ്പോൾ സോറി എന്നോട് ക്ഷമിക്കണം എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് അർജുൻ ശിവരാമനോടും അതുപോലെ തന്നെ അഞ്ജലിയുടെ അമ്മയുടെ ആര്യയോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന സീനാണ്. അപ്പോൾ അവർക്കെല്ലാം വളരെ അധികം സങ്കടമാകുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അർജുൻ ഇങ്ങനെ മനസ്സിൽ ആ സമയത്ത് ആലോചിക്കുമായിരിക്കും. ഇപ്പോൾ അതായത് ശിവരാമൻ പറയുമായിരിക്കും കേട്ടോ, ഇങ്ങനെ അമ്മേനെ അച്ഛനെയൊക്കെ കൂട്ടി വാന്നൊക്കെ. അപ്പം മനസ്സിൽ അർജുൻ ആലോചിക്കുമായിരിക്കും, അതൊരിക്കലും നടപടിയാകുന്ന പരിപാടിയല്ല. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം ഒഴിഞ്ഞു നിന്നേ പറ്റൂ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അർജുൻ ചിന്തിക്കുക. അതുകൊണ്ടായിരിക്കും അർജുൻ അങ്ങനെ പറയുന്നത്, ഞാനിപ്പോൾ കല്യാണമൊന്നും ആലോചിക്കുന്നില്ല സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വളരെ അധികം നമുക്ക് സങ്കടം തോന്നി കേട്ടോ ആ സീനൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ശരിക്കും അഞ്ജലിയുടെ അച്ഛനും അമ്മയും ആയിരിക്കൊക്കെ വളരെ അധികം സങ്കടമായി. അഞ്ജലി എന്താണെങ്കിലും അവിടെ ഇല്ലാത്തത് ഭാഗ്യം എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും. എന്താണെങ്കിലും പ്രൊമയിൽ ആ ഒരു സീൻ കാട്ടിയതിന് ശേഷം നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത് അമ്പാടി അർജുനും തമ്മിൽ സംസാരിക്കുന്നതാണ്. അമ്പാടി പറയുന്നുണ്ട് അർജുനോട്, നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ നീ ഇത് അഞ്ജലിയോട് പറയണം എന്നൊക്കെ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അമ്പാടി അർജുനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. എന്താണെങ്കിലും അർജുൻ ഇങ്ങനെ പറയുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. കാരണം ഇത് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്തിട്ട് ബാക്കി എന്താണ് ശരിക്കുള്ള സംഭവങ്ങൾ എന്ന് നമ്മുടെ അഞ്ജലിക്കുട്ടിയോട് പറയും അർജുൻ എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മുടെ അർജുൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് കേട്ടോ എത്തിയത്. എന്താണെങ്കിലും നമുക്കത് കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. എന്താണെങ്കിലും ഇങ്ങനെയായിരുന്നു ഇന്നത്തെ പ്രൊമോ. നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി.